2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്ക് ആന്റിഗ്വയിലാണ് മത്സരം. രണ്ടാം ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ ആദ്യ മത്സരം പരാജയപ്പെട്ട ബംഗ്ലാദേശിനും ജയം അനിവാര്യമാണ്. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ വീഴ്ത്തിയ കരുത്തോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഇറങ്ങുന്നത്. മുൻനിര താരങ്ങൾ ബാറ്റിംഗിൽ പതറിയ മത്സരത്തിൽ സൂര്യകുമാർ യാദവിന്റെയും ബൌളിംഗ് നിരയുടെയും പ്രകടനമാണ് അഫ്ഗാനിസ്ഥാനെതിരെ നിർണായകമായത്. ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗിൽ മികച്ച റെക്കോർഡുള്ള നായകൻ രോഹിത് ശർമ്മ സ്കോർ ചെയ്യുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ് എന്നിവരും കരുത്തേകും. ഓൾറൗണ്ടർ നിരയിൽ ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ജഡേജയും ടീമിന് പ്രതീക്ഷ നൽകുന്നു. ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയിൽ അർഷദീപ് സിംഗും സ്പിൻ കരുത്തായി കുൽദീപ് യാദവും ചേരുമ്പോൾ ബംഗ്ലാദേശ് നിരയ്ക്ക് ഭീഷണിയാകും. അതേസമയം ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച ഫോം പുലർത്തുന്ന താരങ്ങളാണ് ബംഗ്ലാദേശിന്റെ കരുത്ത്. ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ടീമിന് കഴിഞ്ഞിരുന്നു. നായകൻ നജ്മുൽ ഹുസൈൻ, തൗഹിദ് ഖിർദോയ്, ലിറ്റൻ ദാസ്, തൻസിദ് ഹസൻ എന്നിവരാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ. ഓൾറൗണ്ടർ നിരയിൽ കരുത്തായുള്ളത് ഷാക്കിബ് അൽ ഹസൻ, മഹേദി ഹസൻ, മുസ്തഫിസർ റഹ്മാൻ, റിഷാദ് ഹുസൈൻ എന്നിവരുൾപ്പെടുന്ന ബൌളിംഗ് നിരയും ചേരുമ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും ബംഗ്ലാദേശിനുമില്ല. ബാറ്റിംഗിനും ബൌളിംഗിനും ഒരുപോലെ അനുകൂലമായ ആന്റിഗ്വയിലെ പിച്ചിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. യൂറോകപ്പിൽ ഫ്രാൻസ് നെതർലൻഡ്സ് പോരാട്ടം സമനിലയിൽ.